കുട്ടനാടൻ തട്ടുകടയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഷവായിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലത്തെ നമ്മുടെ കുക്കിംഗ് റേഞ്ചിലുള്ള ഗ്രില്ലർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ഒരു ഫുൾ ചിക്കൻ, അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ഫുൾ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തൊലിയോടെ കൂടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു മീഡിയം സൈസ് തക്കാളി കൂടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഇതുകൂട്ട് കട്ട് ചെയ്താൽ മതി, ഒത്തിരി ചെറുതായി കട്ട് ചെയ്യണമെന്നില്ല. അടുത്തതായി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 1 ടേബിൾ സ്പൂൺ തന്തൂരി മസാല എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൂടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്, ഓരോരുത്തരുടെ എരിവിന്റെ ആ ഒരു ഇഷ്ടം അനുസരിച്ച്. ഇതോടൊപ്പം നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 2 ചെറുനാരങ്ങയുടെ നീര് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ആദ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും നമുക്ക് ഇതുകൊണ്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളിയും നമ്മുടെ സവാളയും കൂടി ഇട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. അടുത്തതായി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ തന്തൂരി മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി നമ്മളിവിടെ 1/4 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒത്തിരി ഓവറായിട്ട് ആഡ് ചെയ്യേണ്ട, കാരണം നമ്മുടെ ഈ തന്തൂരി മസാലയ്ക്കകത്ത് ഓൾറെഡി ഈ കുരുമുളക് പൊടിയൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര്, നമ്മൾ 2 നാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. കൂടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്താൽ ഇച്ചിരി ബെറ്റർ ആയിട്ടൊരു നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ മസാല നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്തതിന് ശേഷം ഇതുകൂട്ട് ഒരു ഫോർക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇതുകൂട്ടൊന്ന് ഹോൾഡ് ഇടാം. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ സ്കിന്നോട് കൂടിയാണ് നമ്മൾ ഈ ചിക്കൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ ഈ മസാല കറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഹോൾഡ് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് തന്തൂരി മസാല കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ഈ ഗരം മസാലയോ അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ മസാലയോ എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇച്ചിരി കൂടുതൽ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കറക്റ്റ് ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ മസാല പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഈ ചിക്കൻ്റെ വിങ്സിൻ്റെ 2 അറ്റവും നമ്മൾ ഇതുകൂടി കട്ട് ചെയ്ത് കളയുകയാണ്. അടുത്തതായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മസാല എല്ലാം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ കൈ യൂസ് ചെയ്ത് തന്നെ നമ്മുടെ മസാല നമ്മുടെ ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. നമുക്ക് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് മാറിനേറ്റ് ചെയ്യാണ്ട് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ ഈ മസാലയുടെ ആ ഒരു പുളിയും ആ ഒരു ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. നമുക്കിത് 2 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നമ്മൾ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ടൂൾസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ ചെറിയൊരു കമ്പി, ഒരു കെട്ടുകമ്പി പോലത്തെ ചെറിയൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാൽ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കൂട്ടിക്കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായി നമുക്ക് ഈ ചിക്കൻ്റെ കാലുകൾ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടാം. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രില്ലറിൻ്റെ അകത്ത് കിടന്ന് ചിക്കൻ കറങ്ങുമ്പം കറക്റ്റായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോകും. അപ്പോൾ ഇത് കറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും, നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൂട്ടിക്കെട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാക്കി വന്ന മസാലയെല്ലാം നമ്മൾ ഇതിൻ്റെ വയറ്റിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ടോപ്പിലത്തെ ആ ഒരു പോർഷൻ ഊരിയതിന് ശേഷം നമുക്ക് ഇതുകൂട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതിന് 2 സൈഡിൽ നമ്മൾ ഇതുകൂട്ട് ഒരു ബ്ലേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കറക്റ്റായിട്ട് ചിക്കൻ ഈ കമ്പിയെ തന്നെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം. 2 സൈഡിലും കറക്റ്റായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വല്ല പ്ലെയറോ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇത് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറക്റ്റായിട്ട് ഇത് പ്രോപ്പറായിട്ട് കറങ്ങത്തില്ല.
ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചിക്കൻ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വയറ്റിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാല കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ആദ്യം ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മളിത് ഒന്നിച്ചെല്ലാം കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതെല്ലാം പുറത്ത് പോകുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ലാസ്റ്റിൽ നമ്മളിതെല്ലാം കൂടെ ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം കറക്റ്റായിട്ട് നമ്മളിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളിതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലറിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളിവിടെ കുക്കിംഗ് റേഞ്ചിൻ്റെ അകത്തുള്ള ഗ്രില്ലറിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്പനി ആകുമ്പോൾ അതിൻ്റെതായ ഓരോ സാധനങ്ങൾക്കൊക്കെ വ്യത്യാസം കാണും. പക്ഷേ ടെക്നിക്കലി എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രേ വെക്കാൻ മറക്കരുത്. ഇത് വെച്ചില്ലെങ്കിൽ നമ്മുടെ ചിക്കനിൽ നിന്നുള്ള മസാലയും വെള്ളവും ഒക്കെ താഴെ വീണിട്ട് പിന്നെ നിങ്ങൾക്കിത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അടുത്തതായി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഈ സപ്പോർട്ടെല്ലാം കറക്റ്റായിട്ട് അതിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് അതിന് താങ്ങാൻ പറ്റില്ല. ഓരോ കമ്പനി ആകുമ്പോൾ ഇതിൻ്റെ മെക്കാനിക്സിൻ്റെ ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരത്തുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രില്ലർ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ മുകളിലും താഴെ ഒരേപോലെ തന്നെ നമ്മൾ ഫ്ലെയിം കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 45 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. നിങ്ങളിവിടെ ഫ്ലെയിം ഒത്തിരി കൂട്ടിയിടണമെന്നില്ല. കറക്റ്റായിട്ട് നമ്മൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. നമുക്കിത് ഏകദേശം ഒരു പകുതിയായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സ്കിന്നിൻ്റെ പുറവശമൊക്കെ കറക്റ്റായിട്ടൊന്ന് ഗോൾഡൻ നിറത്തിൽ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ ബട്ടർ ഒന്ന് പേസ്റ്റ് ചെയ്യാനായിട്ട് മുകളിലത്തെ ഫ്ലെയിം നമ്മളൊന്ന് ഓഫ് ചെയ്തിരുന്നു. ഇത് നമുക്ക് വീണ്ടും കത്തിച്ചു കൊടുക്കാം. ആ സെയിം പോലെ തന്നെ നമുക്ക് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇട്ടിട്ട് ബാക്കി കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 95% നമ്മുടെ ഇത് കുക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 35 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ കറക്റ്റ് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കത് കാണാം. കറക്റ്റായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കറക്റ്റ് ഒരു ഗോൾഡൻ നിറത്തിൽ നല്ല ഫ്രൈ പോലെ നല്ല സൂപ്പറായിട്ട് നമുക്കത് വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് കാണാം, നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ പുരട്ടി ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ വന്ന് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഗ്രിൽഡ് ചിക്കൻ നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടും. നമുക്കിതിൻ്റെ ഹാൻഡിൽ നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്കിത് എടുക്കാം. ഇത് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ നമ്മളിത് എടുക്കാൻ പാടില്ല, കാരണം നമ്മുടെ ഇത് നല്ല ചൂടായിട്ടിരിക്കുമായിരിക്കും നമ്മുടെ ഈ കമ്പിയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ പിടിക്കുകയാണെങ്കിൽ നന്നായിട്ട് കൈയൊക്കെ നന്നായിട്ട് പൊള്ളും. നമുക്കിത് ഓപ്പൺ ആക്കി എടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവായി നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ മസാല നമ്മൾ തയ്യാറാക്കുന്നതിലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവായി നമുക്ക് കിട്ടും. ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ നമ്മുടെ മയോണൈസ് ആണ്. മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.